അപ്പോൾ തോട്ടിൽ വെള്ളം ഒഴുകാനില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. തോട്ടിൽ വെള്ളം ഒഴിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ അഴുക്കെല്ലാം കൂടെ ചെന്നിട്ട് ഇവിടെ നിന്ന് ഒരു 100-300 മീറ്റർ ആകുമ്പോഴത്തേക്ക് ഇത് ഇത്തിക്കരയാറ്റിൽ ചെന്ന് ചേർന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് താഴെ ഫാമിലേക്ക് വെള്ളം എടുക്കുന്ന പമ്പ് ഹൗസും കാര്യങ്ങളുണ്ട്. പിന്നെ ഇത്തിക്കരയാറ്റിൽ താഴോട്ട് വെള്ളം ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഈ വേസ്റ്റ് കൊണ്ടിടുന്നത് സ്ഥിരം പരിപാടിയാണ് ഇവിടെ. പഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും യോഗങ്ങളും എല്ലാം നടന്നു വരികയാണ്. ആ സന്ദർഭത്തിലാണ് ഇത്രയും ഒറ്റപ്പെട്ട സ്വച്ഛമായ ഗ്രാമപ്രദേശമാണ് ഈ മൂന്നാറ്റുമൂല എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഇത് കൊണ്ടിട്ടത് വളരെയേറെ പരിതാപകരമാണ്. ഫോൺ കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. അലയമൺ പഞ്ചായത്തിലെ കരുകോൺ ടൗൺ വാർഡിൽ ഉൾപ്പെടുന്ന മൂന്നാറ്റുമൂലയിലാണ് തോട്ടിൽ വലിയ രീതിയിൽ മുടി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളിയത്. മൂന്നാറ്റുമൂല പാലത്തിനടിയിലാണ് ചാക്കുകളിൽ നിറച്ച് മുടി, ബ്ലേഡുകൾ ഉൾപ്പെടെയുള്ള ബാർബർ ഷോപ്പുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചത്. വരൾച്ചയായതിനാൽ തോട്ടിൽ നീരൊഴുക്ക് കുറവാണ്. മഴ പെയ്തിരുന്നുവെങ്കിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും നിരവധി പേർ കൃഷിക്കും തുണി അലക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്ന തോട്ടിലൂടെ ഈ മാലിന്യങ്ങൾ തൊട്ടടുത്ത എത്തിക്കരയാറ്റിൽ എത്തിച്ചേർന്നേനെ. പ്രദേശവാസിയും മുൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനുമായ ജലാലുദ്ദീൻ തന്റെ പുരയിടത്തിൽ കൃഷി ജോലികൾക്കായി എത്തിയപ്പോഴാണ് പാലത്തിനടിയിൽ വലിയ അളവിൽ മാലിന്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്. പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതരെ വിവരമറിയിച്ച ജലാലുദ്ദീൻ സ്വന്തം നിലയിൽ മാലിന്യങ്ങൾ മുഴുവൻ തോട്ടിൽ നിന്ന് നീക്കം ചെയ്യുകയും സ്വന്തം പുരയിടത്തിൽ കുഴിച്ചിടുകയും ചെയ്തു. ആളൊഴിഞ്ഞ മൂന്നാറ്റുമൂല കേന്ദ്രീകരിച്ച വലിയ രീതിയിൽ മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്നത് പതിവാണെന്നും പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യവും ഏറുകയാണെന്നും ജലാലുദ്ദീൻ പറയുന്നു. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞങ്ങളൊക്കെ തന്നെ ഈ തോട് ഉപയോഗിക്കുക ചെയ്യുന്നത്. അതിൻ്റെ താഴെ കൃഷി സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനോ പണിക്കാരൊക്കെ വന്നിട്ട് തോട്ടിലിറങ്ങി കുളിക്കുകയും കാലും കൈ ഇഴുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഒരുപാട് പ്രശ്നമുണ്ടാകും. ഇതിന് മുമ്പൊക്കെ നമ്മൾ ഈ തോട്ടിൽ കുളിച്ചിട്ടുണ്ട്. മേളിലൊന്നും ഇത്രയും ഈ രൂക്ഷമായ പ്രശ്നങ്ങൾ ഇപ്പം നല്ലപ്പോഴായി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് പ്രധാനമായിട്ട് ഇത് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരണം. അധികാരികളുടെ സ്ഥാനത്തുണ്ടാവണം, പോലീസിൻ്റെ ഭാഗത്തുണ്ടാകണം. അവിടെ വല്ലപ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ തോന്നു തീറ്റില്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് 2-3 കിളിച്ചിടമ്മ ഉണ്ട്. രാത്രി അവിടെ വന്നിരുന്നിട്ട് ആൾക്കാർ പിന്നെ കുടിയും തീറ്റിയും ഒക്കെ ആയിട്ട് ഭയങ്കര വെള്ളം. പിറ്റേന്ന് നമ്മൾ രാവിലെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റും കുപ്പിയും ഗ്ലാസും ഇതെല്ലാം അവിടെ ഇങ്ങനെ ചിന്നിച്ചേറി കിടക്കുന്നതാണ്. അപ്പോൾ അത് സ്ഥിരം പതിവാണ്. കാരണം രാത്രി ആ സമയത്ത് നമ്മളിപ്പോൾ നോക്കുക എന്ന് പറയുന്നത് പിന്നെ പ്രായോഗികമല്ല. ഇവർ പക്ഷേ കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ വന്നാൽ അവർ പിന്നെ ഏത് രൂപത്തിൽ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പുറത്തോട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ പിന്നെ കാട്ടുപോത്ത് വല്ലപ്പോഴേ വരുന്നത്. പക്ഷേ പന്നി ഇവിടെ സ്ഥിരം ആണ്. പന്നിയുടെ ശല്യം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ളത്. കാരണം ഒരു ഈ പിന്നെ പുരയിടങ്ങളിലൊന്നും യാതൊരു കൃഷിയും ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് മാലിന്യ നിക്ഷേപകർ ഉൾപ്പെടെയുള്ള സാമൂഹിക വിരുദ്ധരെ കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം MM സാദിഖ് പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി വലിയ പ്രചരണങ്ങളും മറ്റും കൊടുക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് യാതൊരു വിധമായ ഉത്തരവാദിത്വ ബോധവുമില്ലാതെ സമീപ പ്രദേശത്തുള്ള ബാർബർ ഷോപ്പുകളിലുള്ള ആരെങ്കിലും ആയിരിക്കണം ഏതാണ്ട് 2 ചാക്കോളം മുടിയാണ് ഈ പാലത്തിന് സമീപം കൊണ്ട് ഇട്ടിരുന്നത്. കൃഷി വകുപ്പിൽ നിന്നും റിട്ടയറായ ഉദ്യോഗസ്ഥനാണ് അത് കണ്ടുപിടിക്കുകയും അത് അദ്ദേഹം തന്നെ പഞ്ചായത്ത് അധികാരിയുടെയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെയോ ഒന്നും സമയം കാത്തു നിൽക്കാതെ അദ്ദേഹം തന്നെ മാതൃകാപരമായി അത് നീക്കം ചെയ്ത് ഏതാണ്ട് 6 ബക്കറ്റോളം മുടി വേസ്റ്റാണ് അദ്ദേഹം വാരി അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ കുഴിച്ച് അത് ഭദ്രമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കേൾക്കുന്ന ഇതിൻ്റെ അധികാരികളും മറ്റും മനസ്സിലാക്കേണ്ടത് ഇത് ഈ മൂന്നാറ്റുമൂലയിലേക്ക് കരുകോണിൽ നിന്നും പുത്തയത്തു നിന്നും വരുന്ന എല്ലാ CCTV ഫുട്ടേജുകളും പരിശോധിച്ച് പോലീസ് അധികാരികൾ സമഗ്രമായ അന്വേഷണം നടത്തി ഇതൊരു വലിയ മാലിന്യ പ്രശ്നമാണ്. മുടി മറ്റ് മാലിന്യങ്ങൾ തള്ളുന്നത് പോലെയല്ല. ഇവിടെ ജലാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഈ കൃഷിപ്പണിക്കും മറ്റ് കാര്യങ്ങളും ചെയ്തിട്ട് കുളിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന വെള്ളത്തിന് സമീപമാണ് ഈ മുടി കൊണ്ട് ഇപ്പോൾ ഇട്ടത്. വാർഡംഗം അസീമ സലീമിന്റെ നേതൃത്വത്തിൽ വാർഡ് ശുചിത്വ സമിതിയും കൂടി ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നാട്ടുവാർത്ത, അഞ്ചൽ.